രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സമൃദ്ധ വിപണാപണം. ആ രാജവീഥിയുടെ ഇരുവശവും വലിയ വലിയ കെട്ടിടങ്ങളുണ്ടെന്ന് മാത്രമല്ല, കടകളുണ്ട്, അങ്ങാടികളുണ്ട്. ആ കടകളും അങ്ങാടികളും എല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതായ പദാർത്ഥങ്ങളെ കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു. മഹോത്സവ സമായുക്താം രാഘവാർത്ഥേ സമുത്സുകാം. വലിയ ഉത്സവം അവിടെ തകർത്ത് നടക്കുകയാണ്. രാമനെ കിരീടം വെച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ഔത്സുക്യത്തോടുകൂടി ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ചന്ദനവും അകിലുമൊക്കെ പുകച്ച് ആ അന്തരീക്ഷം മുഴുവൻ സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ പുരിയിലൂടെ, ആ പട്ടണത്തിലെ ആ രാജവീഥിയിലൂടെ വളരെ വേഗത്തില് വസിഷ്ഠ ഋഷി ശിഷ്യന്മാരോടൊപ്പം നടന്ന് നേരെ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം ആ കൊട്ടാരത്തിന് അടുത്തേക്ക് വരുമ്പോഴേക്കും സത്വ അപശ്യത് വിനിഷ്ക്രാന്തം സുമന്ത്രം നാമ സാരഥിം. അദ്ദേഹം കണ്ടു സുമന്ത്രർ എന്നു പേരായി ദശരഥ മഹാരാജാവിന്റെ സാരഥി എന്ന് മാത്രമല്ല, അദ്ദേഹം ദശരഥ മഹാരാജാവിന്റെ മന്ത്രി. അദ്ദേഹം മഹാരാജാവിന്റെ കൊട്ടാരമിരിക്കുന്ന ആ വളപ്പിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അതിന്റെ നടയിലെത്തിയത് വസിഷ്ഠ ഋഷി കണ്ടു. കണ്ട ഉടൻ തന്നെ തമുവാച മഹാതേജ സൂതപുത്രം വിശാരദം വസിഷ്ഠ ക്ഷിപ്രമാചക്ഷ്വ നൃപതേർ മാം ഇഹാഗതം. അല്ലയോ സുമന്ത്ര എന്ന് വിളിച്ചിട്ട് അദ്ദേഹം സുമന്ത്രയോട് പറയാണ്, അങ്ങ് ഉടനെ തന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് മഹാരാജാവിനോട് പറയണം, വളരെ വേഗത്തിൽ അവിടെ എത്തിയിട്ട് പറയണം രാജാവിനോട്, വസിഷ്ഠൻ ഇതാ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു ശിഷ്യന്മാരോടൊപ്പം എന്ന് അറിയിക്കുക. എന്നിട്ട് അദ്ദേഹം സുമന്ത്രനോട് പറഞ്ഞു, ഇമേ ഗംഗോദക ഘടാഹ സാഗരേഭ്യശ്ച കാഞ്ചനാഹ. ശിഷ്യന്മാര് ഈ പൂജയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം വസിഷ്ഠൻ മന്ത്രം ജപിച്ച് പുണ്യമയമാക്കി വെച്ചെടുക്കുകയാണ്. കുറെ കുടങ്ങൾ, അതില് ഗംഗാതീർത്ഥമാണ്, അതെല്ലാം മന്ത്രഭൂതമായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഗംഗാജലം നിറച്ച കുടങ്ങൾ. പിന്നെ ഈ കാണുന്ന സ്വർണ കുടങ്ങളുണ്ടല്ലോ, അതെല്ലാം സമുദ്രജലം നിറച്ചതായ കുടങ്ങൾ. ഇങ്ങനെ ഓരോരോ വസ്തുക്കൾ, ഏതേത് വസ്തുക്കളാണ് താൻ വിശേഷവിധിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അതെല്ലാം വസിഷ്ഠൻ സുമന്ത്രനോട് പറയാണ്. ആ വസ്തുക്കളെല്ലാം ഇതാ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. സർവബീജാനി ഗന്ധാശ്ച രത്നാനി വിവിധാനിച്ച. ഈ പൂജയ്ക്ക് വേണ്ടുന്നതായ എല്ലാ ബീജങ്ങളും വിത്തുകളും നവധാന്യങ്ങൾ, അതേപോലെ തന്നെ വിവിധങ്ങളായ രത്നങ്ങൾ, പല പ്രകാരത്തിലുള്ളതായ സ്വർണ നിർമ്മിതമായ പദാർത്ഥങ്ങൾ, പിന്നെ സുഗന്ധിയായിട്ടുള്ള പദാർത്ഥങ്ങൾ, അങ്ങനെ താൻ കൊണ്ടുവന്നിരിക്കുന്ന, പൂജ ചെയ്ത് പവിത്രമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ പദാർത്ഥങ്ങളുടെ എല്ലാം പേരുകൾ പറയുന്നു അദ്ദേഹം. അതെല്ലാം ശിഷ്യന്മാര് ഇങ്ങനെ ചുമന്നുകൊണ്ട് വരികയാണ്. ഇതെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മഹാരാജാവിനെ അറിയിക്കുക. ബാക്കിയെല്ലാം നേരത്തെ അവിടെ ആ അഭിഷേകം നടക്കേണ്ടതായ ആ വേദിയിലെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വസിഷ്ഠൻ കൊണ്ടുവരേണ്ട പദാർത്ഥങ്ങളെല്ലാം വസിഷ്ഠൻ ഇതാ യഥായോഗ്യം കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ത്വരേസ്വ മഹാരാജ്യം യഥാ സമുദ്രദേഹനി.
മഹാരാജാവിനോട് പറയുക വേഗത്തിൽ വരാനായിട്ട്. ഇതാ പകല് ആരംഭിച്ചു കഴിഞ്ഞു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു, നേരം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. നേരം പുലരുമ്പോഴേക്കും അഭിഷേകത്തിന് വേണ്ടിയുള്ള മുഹൂർത്തമാണ്. പുഷ്യെ നക്ഷത്രയോഗേച്ച രാമോ രാജ്യമാപ്നുയാത്. പൂയൻ നക്ഷത്രം, ചന്ദ്രൻ പൂയൻ നക്ഷത്രത്തോട് ചേരുന്നു. ഈ സമയത്ത് രാമന് രാജ്യം ലഭിക്കണം. രാമനെ സിംഹാസനത്തിലിരുത്തിയിട്ട്, പീഠത്തിലിരുത്തിയിട്ട് രാമനെ അഭിഷേകം കഴിയണം. അതിനുള്ള മുഹൂർത്തം ഇതായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മഹാരാജാവിനോട് പറയുക, എത്രയും വേഗം അങ്ങ് എത്തിച്ചേരണം എന്ന്. വസിഷ്ഠ മഹർഷി ഇത് പറഞ്ഞ അവസരത്തിൽ തന്നെ വസിഷ്ഠനെ വന്ദിച്ച് സുമന്ത്രർ വളരെ വേഗത്തിൽ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. മഹാരാജാവിനെ ഇക്കാര്യം അറിയിക്കണം, വസിഷ്ഠന്റെ നിർദ്ദേശം അറിയിക്കണം. മഹാരാജാവ് ഈ സന്ദർഭത്തില്, ഈ പവിത്രമായിരിക്കുന്ന മുഹൂർത്തത്തില് എത്രയും വേഗം ഇവിടെ വന്ന് രാമന്റെ ആ അഭിഷേക കർമ്മം നടത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാജാവിനോട് എത്രയും വേഗം എത്തിച്ചേരാനായിട്ട് വസിഷ്ഠ നിർദ്ദേശം അറിയിക്കുക. അതിനായിട്ട് സുമന്ത്രര് വളരെ വേഗത്തിൽ കൊട്ടാരത്തിന് ഉള്ളിലേക്ക് ചെന്നു, കൈകേയിയുടെ ഭവനത്തിനുള്ളിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴേക്കുമുള്ള രാജാവിന്റെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ സുമന്ത്രർ അതൊന്നും അറിഞ്ഞില്ലല്ലോ. അതെല്ലാം കൊട്ടാരത്തിനുള്ളിൽ നടന്നതാണ്. വേറെ ആരും അറിഞ്ഞിട്ടില്ല. കൈകേയിക്കും ദശരഥനും മാത്രമേ ആ കാര്യങ്ങൾ അറിയുള്ളൂ. കോപഭവനത്തിനകത്താണ്. സുമന്ത്രർ അതിനുള്ളിലേക്ക് ചെന്നു. രാജാവിന്റെ അവസ്ഥ അറിഞ്ഞില്ല. രാജാവ് അവിടെ ശയിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിശ്രമിക്കുകയാണ് എന്ന് കരുതി പെട്ടെന്ന് അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ ഉണർത്തുകയാണ്. മധുരമായ പാട്ട്, എണീൽക്കാനുള്ള, ഉണരാനുള്ളതായ മംഗള ശബ്ദങ്ങൾ, മംഗളമയമായ സ്തുതികൾ ആലപിച്ചുകൊണ്ട് സുമന്ത്ര രാജാവിനെ ഉണർത്തുന്നു. എന്നിട്ട് മഹാരാജാവിനോട് വരാനായിട്ട് പറയുന്നു. രാജാവ് ഉറങ്ങിയിട്ടില്ല. രാജാവിനെ ഉണർത്തേണ്ട കാര്യവുമില്ല. ഉറക്കം വരാത്ത അവസ്ഥയിലാണ് രാജാവ്. സുമന്ത്രർക്ക് അതറിയില്ലല്ലോ, ഉറങ്ങുകയാണ് എന്ന് സുമന്ത്രർ കരുതി. രാജാവിന് സുമന്ത്രരുടെ മധുരമായിരിക്കുന്ന ആ ഭാഷിതങ്ങളെല്ലാം അനുഭവപ്പെട്ടത് വളരെയേറെ ദുഃഖകരമായിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ അഭിഷേകത്തിന് വേണ്ടിയുള്ള എല്ലാമായി ഇതാ വസിഷ്ഠ ഋഷിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അഭിഷേകം നടത്താനാവില്ല. കൈകേയി 2 വരങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് സുമന്ത്രരുടെ വാക്കുകൾ വളരെയേറെ ഹൃദയഭേദകമായിട്ട് രാജാവിന് തോന്നി. രാജാവ് ആ അവസ്ഥയെ വളരെ വേദനയോടുകൂടിയിട്ടാണ് അഭിമുഖീകരിക്കുന്നത്. അതിന്റെ ആ ദുഃഖങ്ങളെല്ലാം തീർക്കുന്നത് രാമനാണ്, പരമധാർമ്മികനായ രാമൻ. അച്ഛനെ സത്യപ്രതിജ്ഞനാക്കണം എന്ന നിശ്ചയമുള്ളവനായ രാമൻ. രാമന്റെ ആ മഹത്വം നാം നേരിട്ട് കാണും. രാമായണം എന്നുള്ളതായി ഇതിഹാസ കാവ്യം ജനിക്കാനുള്ള കാരണവും രാമന്റെ ആ മഹത്വം തന്നെ. അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുന്നത് പുത്രന്റെ ധർമ്മമാണ് എന്ന് ഉറപ്പുള്ള രാമൻ സിംഹാസനത്തിലേറാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് അനേകം അവസരങ്ങൾ തന്റെ കൺമുന്നില് വന്നു ചേർന്നിട്ടും അതെല്ലാം തട്ടിയെറിഞ്ഞ് അച്ഛന്റെ വാക്ക് അത് സത്യമാക്കാൻ തന്റെ ആ വംശത്തിന്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് രാമൻ കാനനത്തിലേക്ക് പുറപ്പെടുന്നത് പവിത്രമായിരിക്കുന്ന ഈ രാമായണ ഇതിഹാസത്തിന്റെ ജനനത്തിന് കാരണമായി തീർന്നു. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ആ കഥ, ശ്രീരാമ പട്ടാഭിഷേകം വരെ നീണ്ടു നിൽക്കുന്ന ആ പവിത്രമായ കഥ, അത് കഴിഞ്ഞിട്ട് അനേകം 1000 വർഷങ്ങൾ അദ്ദേഹം രാജ്യം ഭരിച്ചു. അതാണ് രാമരാജ്യം. എല്ലാ പ്രകാരത്തിലും ധർമ്മം പൂർണ്ണതയിൽ സമുല്ലസിക്കുന്ന, ലോകം മുഴുവൻ ആനന്ദിക്കുന്ന രാമരാജ്യം. അതിൻ്റെ ആ മഹത്വം നമുക്ക് നേരിട്ട് കാണാം. നാളെ രാത്രി 8:30 നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. എല്ലാവരും ഈ വാൽമീകി രാമായണ ചർച്ചയിൽ പങ്കെടുക്കണം. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാം ഇക്കാര്യം അറിയിക്കണം.
ഇതിലൂടെ നമുക്ക് ഭാരത സംസ്കൃതിയെ അടുത്തറിയാൻ കഴിയും, നമ്മെ അടുത്തറിയാൻ കഴിയും. നമ്മുടെ അച്ഛനമ്മമാരെ ഭംഗിയായിട്ട് അവരുടെ ആ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാടിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വാൽമീകി രാമായണം നമുക്ക് തരുന്നതായ അനുഗ്രഹം. ഭാവിയിൽ നാം എങ്ങനെ ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നും അത് നമുക്ക് വഴികാട്ടി തരുന്നു. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.